ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ തമിഴിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ സുവോളജി പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്ന ഒരു എക്സാം ആയിരുന്നു കേട്ടോ ഇത്. കാരണം ബാക്കിയുള്ള ഇതിനെക്കാട്ടി കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനായിട്ട്, ഐ മീൻ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ തന്നെ ഓരോന്നിൻ്റെ ഒരുപാട് പോയിന്റ്സും കാര്യങ്ങളും പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനും അതുപോലെ തന്നെ പേടിയും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരു സുവോളജി പ്രാക്ടിക്കൽ ആയിരുന്നു. ബോട്ടണി ഇത്രയ്ക്ക് പഠിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ഇത് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എവിടെ നിന്നാ ചോദിക്കുക, ഏത് ഫിസിയോളജി പാർട്ടാണ് നമുക്ക് കണ്ടെത്താനുണ്ടാവുക, ഏതിൻ്റെ അതിൻ്റെ ഫംഗ്ഷൻ ഏതിൻ്റെയാണ് എഴുതേണ്ടത്, ഫംഗ്ഷൻ മാറിപ്പോകുമെന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സ് ഹൈഡ്ര ആയിരുന്നു, വെർട്ടിബ്രേറ്റ് ഫ്രോഗ് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് മൂന്നാമത്തത് വെച്ച് കഴിഞ്ഞാൽ ഇത് അയോട്ട ആയിരുന്നു. ഐ മീൻ ഹാർട്ട് വെച്ചിട്ട് അയോട്ട ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൈവോട്ട് ജോയിൻറ്റും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കാർഡിയാക് മസിലും അതുപോലെ തന്നെ ടെസ്റ്റിസും ആയിരുന്നു കേട്ടോ. പിന്നെ ആർത്തോജം വെച്ചിട്ടുണ്ടായിരുന്നത് എൻഡമീബിയ ഹിസ്റ്റോലിറ്റിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കെ സിമ്പിൾ ഉള്ളതായിരുന്നു കേട്ടോ. പിന്നെ വരയ്ക്കാനുണ്ടായിരുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ചിൻ്റെതായിരുന്നു. ഞാൻ നല്ല ഹാപ്പിയാണ്, വിചാരിച്ച ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ വൈബ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ബയോ കെമിസ്ട്രി ചെയ്യാനുണ്ടായിരുന്നത് പ്രോട്ടീൻ ആയിരുന്നു. പ്രോട്ടീനെ ബേസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ലിക്വിഡും കാര്യങ്ങളും എടുക്കുന്നത്, അങ്ങനെ നമുക്ക് അതിനോട് ബേസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല എളുപ്പമുണ്ടായിരുന്നു, വിചാരിച്ചത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഏതൊക്കെ ലാബ് കഴിഞ്ഞെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇനി ഒരു ലാബും കൂടെ ബാലൻസ് ഉണ്ട്, ബോട്ടണിയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കറണ്ടും കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതൊക്കെ ലാബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബോട്ടണിയും കൂടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ലൈക്കും കൂടെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.